കോക്ക് മരണമാസ് ഡയറക്ടർ ശിവപ്രസാദ്. പ്രൊഡ്യൂസേഴ്സ് കുറേ പേരെ കാണിക്കുന്നുണ്ട്. ടോനോ തോമസ് ഒക്കെ ഉണ്ട്. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് സിജു സണ്ണിയാണ്. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കഥാപാത്രവും ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ തിരക്കഥ സംഭാഷണം എഴുതിയിരിക്കുന്നത് സിജു സണ്ണിയും കൂടെ ഡയറക്ടറായിട്ടുള്ള ശിവപ്രസാദും ചേർന്നിട്ടാണ്. നീരജ് രവിയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. നൈറ്റ് സീൻസ് ഒക്കെ നല്ല നാച്ചുറൽ ആയിരുന്നു. അതായത് അതിൻ്റെ ലൈറ്റിങ്ങും പാറ്റേണൊക്കെ തന്നെ ഇതിന് ബസ്സിനകത്തുള്ള സീൻസും ബസ് പോകുന്നു അങ്ങനെ കുറേ നൈറ്റ് സീൻസ് ഉണ്ട്. ആ സീൻസൊക്കെ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുന്ന ഫയർ ഇതൊക്കെ നല്ല രീതിക്കാണ് പുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ഹീസ് ഓൾവേസ് ഗുഡ് ഇൻ ദിസ് ഫിലിം ഓൾസോ. JK ആണ് ഒറിജിനൽ സ്കോർ ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു പാട്ട് നല്ല നൈസായിരുന്നു. കൂടെ വിനായക് ശശികുമാറിൻ്റെ വരിയും കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു ഒഴുക്കുണ്ടല്ലോ അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്കോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പടച്ച് അതല്ല, ഇതൊരു ഒരു ബ്ലാക്ക് കോമഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കോമിക്കലായിട്ടുള്ള സീൻസ് ഒരുപാടുണ്ട്. അതിനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള കിടിലൻ സ്കോറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വിഷ്ണു ഗോവിന്ദ് ഇത് ഡിസൈൻ ചെയ്ത് സൗണ്ട് ഡിസൈൻ ആൻഡ് മിക്സിംഗ് വിഷ്ണു ഗോവിന്ദാണ്. ദാറ്റ്സ് ആസ് ഓൾവേസ് ഗുഡ് ക്വാളിറ്റി. രാജേഷ് മാധവ് എനിക്ക് പേഴ്സണലി വളരെ താല്പര്യമുള്ള ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സക്കാസ്റ്റിക് അദ്ദേഹത്തിനെ കാണാൻ തന്നെ സക്കാസ്റ്റിക്കാണ്. അപ്പോഴും അങ്ങനെ ക്യാരക്ടർ അദ്ദേഹത്തിന് നല്ല ടൈലർ മെയ്ഡായിരിക്കും. അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ബാലകൃഷ്ണ കോമൺ സൂഡിൻ്റെ സിനിമകളിൽ ധാരാളം അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. അങ്ങനത്തെ അതേപോലുള്ള ഒരു കുറച്ച് സൈക്കിക് ആയിട്ടുള്ള എക്സെൻട്രിക് ആയിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ വളരെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആകാരം കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നാത്ത അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഭയങ്കര രസമാണ്. കാരിക്കേച്ചർ ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ കാരിക്കേച്ചർ ടൈപ്പാണ്. എല്ലാം ഓവർ ദ ടോപ്പാണ്. ഞാൻ പറഞ്ഞില്ല, ബ്ലാക്ക് കോമഡിയാണ്. അപ്പോൾ അതങ്ങനെ വർക്കാവുള്ളൂ. ആ രീതിക്കാണ് എല്ലാ ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്ന ഒരു സ്കെയിൽ എന്ന് പറയുന്നത്, ഫ്ലേവർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഓരോ ക്യാരക്ടേഴ്സിനും ഡിസ്റ്റിങ്റ്റീവായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുക. അതിൽ ഇദ്ദേഹം സൈക്കോ, സീരിയൽ കില്ലർ, ഇതിൻ്റെ ടൈറ്റിൽ തന്നെ അതാണല്ലോ, മരണമാസ് പഴത്തിൽ എഴുതിയിരിക്കുന്ന ആളുകളെ കൊല്ലുക. ആളുകൾ പറയുകയാണെങ്കിൽ ചാവാറായ പരട്ടക്കിളവന്മാരെയാണ് അദ്ദേഹം കൊല്ലുന്നത്. അത് എന്തിനാണെന്നൊക്കെ സിനിമ ഉണ്ടല്ലോ മനസ്സിലാവുള്ളൂ. അപ്പോൾ കൊന്നിട്ട് അവരെ മുഖം വികൃതമാക്കിയിട്ട് വായിൽ പഴം കുത്തിക്കയറ്റുക. അങ്ങനെ അത് തന്നെ വളരെ സർക്കാസ്റ്റിക് ആണല്ലോ ആ രീതി എന്ന് പറയുന്നത്. പണ്ട് റിപ്പറൊക്കെ ചെയ്ത ആ സാധനത്തിൻ്റെ സർക്കാസ്റ്റിക്കിലാണ് ഇതിന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രാജേഷ് മാധവന്റെ കോസ്റ്റ്യൂം ഇതിൽ ചാച്ചാ നെഹ്റുവിൻ്റെ കോസ്റ്റ്യൂം അത് എന്തൊരു കോൺട്രാസ്റ്റ് ആലോചിച്ച് നോക്കി, അതിൻ്റെ ഒരു ഐറണി ആലോചിച്ച് നോക്കി. ആ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് ഇതിൽ അദ്ദേഹത്തെ ആണ് ആ ദിവസം നടക്കുന്നത്. അപ്പോൾ November 14 അത് കാണുമ്പോൾ തന്നെ ചിരി വരും. ഇദ്ദേഹത്തിൻ്റെ ആ കോസ്റ്റ്യൂമും അങ്ങനെ വല്ലാത്ത ജാതി. അനിഷ്മ അനിൽകുമാർ ബേസിലിൻ്റെ നായികയായിട്ട് അവർ അതിലൊക്കെ ചെയ്ത പോലെ തന്നെയുള്ള കുറച്ചൊരു നെഗറ്റീവ് കൈൻഡ് ഓഫ്, അവർക്ക് അങ്ങനത്തെ ഒരു ഓറയുണ്ട്. അവർ ചെയ്ത ക്യാരക്ടേഴ്സ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പേഴ്സണലി നമുക്ക് അറിയില്ലല്ലോ. പക്ഷേ സ്ക്രീനിൽ കാണുമ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അത് ഈ പടത്തിലുണ്ട്. അവരത് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ജിയോ ബേബി ഉണ്ട് അവരുടെ അച്ഛനായിട്ട്, പിന്നെ ഒരു അമ്മച്ചി. അപ്പോൾ അങ്ങനെ കുറച്ചൊരു ഫാമിലി സെറ്റപ്പ്. പിന്നെ ഇത് കൂടാതെ ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു കഥാപാത്രം ബാബു ആൻ്റണി ചെയ്ത പോലീസ് ഓഫീസർ. അത് ഭയങ്കര കോൺട്രാസ്റ്റ് ഉള്ള ഐറോണിക്കലായിട്ടുള്ള കഥാപാത്രം. അദ്ദേഹം ഒരു ഭയങ്കര പോലീസ് ഓഫീസറാണ്. ബാബു ആൻ്റണിയുടെ ഒരു അറിയാലോ ആ ഒരു ഫിഗറും അദ്ദേഹത്തിൻ്റെ ഓവർ ലുക്കും ബോഡി ലാംഗ്വേജൊക്കെ. അതേസമയം തന്നെ ഒരു പട്ടി സ്നേഹിയായിട്ടുള്ള ഒരു ഉള്ളു അലിയുന്ന ഒരു മനുഷ്യൻ. അത് രണ്ടും കമ്പയിലിട്ട് പുള്ളി കിടുവായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കുറേ നാളായിട്ട് കാണിച്ച് ക്ലീഷേ ആയിപ്പോയിട്ടുള്ളൊരു സാധനമാണ് ഈ ബംഗാളി കോമഡി. അതായത് ബംഗാളികളെ കാണിച്ച് അവരെ നമ്മുടെ കൾച്ചറായിട്ട് ഉള്ള അവരുടെ അടുപ്പവും അതിൻ്റെ കാര്യങ്ങളും കാണിച്ചുണ്ടാക്കുന്ന കോമഡി. അങ്ങനത്തെ 1-2 കോമഡി ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ ഇമ്പാക്റ്റ് ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഇനി പറയുന്നത് ബേസിൽ ജോസഫിൻ്റെ കഥാപാത്രം, അതിൻ്റെ കിട്ടുന്ന ഇൻട്രോ അതും ഈ പറഞ്ഞ പോലെ തന്നെ സ്പൂഫ് കൈൻഡ് ഓഫ് സർക്കാസ്റ്റിക് ഓവർ ദ ടോപ്പ് പരിപാടിയാണ്. പക്ഷേ ബേസിലിൻ്റെ കോസ്റ്റ്യൂം, ഹെയർ, ആ ക്യാരക്ടറെ മോൾഡ് ചെയ്തെടുത്തിരിക്കുന്ന രീതി, ആ ക്യാരക്ടറിനെ എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ്. അങ്ങനെ വെച്ചിട്ട് ബേസിലിൻ്റെ ഇൻട്രോ കിട്ടുമായിരുന്നു. അതിൽ നമ്മുടെ വിജയ് അണ്ണയുടെ മറ്റേതുണ്ടല്ലോ സ്ഥിരം കാണിക്കുന്നത്, അതൊക്കെ കാണിച്ചുകൊണ്ട് പിന്നെ നാട്ടുകാർ ഇങ്ങനെയൊക്കെ തന്നെ ചെക്കോസ്ലോവാക്യ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു വേൾഡിൽ ഒരു പ്രദേശത്ത് ഇങ്ങനെ കഥ നടക്കുക. അപ്പോൾ ബേസിലിൻ്റെ ക്യാരക്ടർ ത്രൂ ഔട്ട് അത് പിടിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലത്ത് ഓവറാവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലീഷേ ആയിപ്പോയിട്ടുള്ള, ഓവർ യൂസ് ആയി പോയിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ കംപ്ലീറ്റ്ലി ഒരു കിടന്ന സിനിമയായിട്ട് ഫീൽ ചെയ്തിരുന്നിട്ടുള്ളത്. അതിൻ്റെ വിശദമായിട്ട് ഞാൻ പറയാം. 1-2 കോമഡികൾ പറയുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ OLX ഇട്ടു എന്ന് പറയാം. അത് തമാശയാണ്, മനസ്സിലായി. പക്ഷേ അത് ഒരു സുഖമില്ല. കാരണം ഇതിങ്ങനെ കേട്ടിട്ടേ പിന്നെ ഗൂഗിൾ പേയിൽ മെസ്സേജ് എന്ന് പറയാം. അതുപോലെ ആദ്യം ബേസിലിന് ആംഗ്രി യങ്സ്റ്റാർ എന്ന് എഴുതി കാണിക്കുമ്പോഴും ബേസിലിന് ഒരു ഇൻട്രോ ഒരു സർക്കാസ്റ്റിക് പടത്തിനകത്ത് കൊടുത്തതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എഴുതി കാണിക്കാം സാഡ് സൂപ്പർ സ്റ്റാർ ബേസിൽ ജോസഫ് എഴുതി കാണിക്കുക, ബാലൻസിങ് സൂപ്പർ സ്റ്റാർ ബേസിൽ ജോസഫ് എന്ന് കാണിക്കുക. അത് പിന്നെ റിപ്പീറ്റ്ലി വന്ന സമയത്ത് ഇത് ഓക്കോടാണല്ലോ എന്ന ഫീലിംഗ് വന്നു. അതുപോലെ തന്നെ സിജു സണ്ണി ചെയ്തിട്ടുള്ള കഥാപാത്രം, സിജു സണ്ണി സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു കഥാപാത്രമല്ല. അദ്ദേഹം വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് തോന്നുന്ന, വളരെ പാവമായിട്ടുള്ള
ഒരു മനുഷ്യൻ, ഒരു കണ്ടക്ടർ. അദ്ദേഹത്തിൻ്റെ ഇൻട്രോ തന്നെ, സിജുവിൻ്റെ ഇൻട്രോ തന്നെ ഭയങ്കര ഒരു മെലക്കോളിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കാണിക്കുന്നത്. ഭയങ്കര സാഡായിട്ടുള്ള ഒരു അച്ഛനൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള, അച്ഛൻ്റെ മരണമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള, അത് ഫസ്റ്റ് അത് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ കാണിച്ചപ്പോൾ പെട്ടെന്ന് കണക്റ്റായി. പിന്നീട് അത് വരുന്ന സമയത്ത് ഈ സിനിമയായിട്ട് യോജിച്ച് പോകാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതെന്തോ ഈ സിനിമയുടെ മൂടങ്ങ് മാറിപ്പോന്ന്. ഭയങ്കര ശോക സ്കോർ വിട്ട് സിജുവിൻ്റെ അച്ഛൻ പാസോ ഇതിങ്ങനെ വന്നിട്ട് അത് ഇൻ്റർവെല്ല് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് കോമഡി സിനിമയുടെ ഇൻ്റർവെല്ല് ആ രീതിക്ക് അവസാനിപ്പിക്കണമായിരുന്നു. ഇൻ്റർവെല്ല് അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഇത് അവിടെ സിജുവിൻ്റെ ഈ സാധനം, ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് സിജുവിൻ്റെ സാധനം, അങ്ങനെ ആ ഒരു ട്രാക്ക്, സിജുവിൻ്റെ അച്ഛൻ പാസൻ ട്രാക്കും അതിൻ്റെ ഈ സാഡ് സ്കോർ ഇട്ടിട്ടുള്ള അവിടെ കോമഡി വരുന്നില്ല. അത് ശരിക്കും സീരിയസ്ലി സാഡാക്കുന്ന തരത്തിൽ പണി വെച്ചിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി സിനിമ കാണുമ്പോൾ, സിനിമയുടെ മൊത്തം മൂഡിൽ നിന്നു. പിന്നെ ഈ സിനിമയിൽ കാസറായിട്ടുള്ളത് സുരേഷ് കൃഷ്ണയാണ്. സുരേഷ് കൃഷ്ണ അദ്ദേഹം പഴയ വില്ലൻ വേഷമൊക്കെ മാറി ഇപ്പോൾ കോമഡിയിലേക്ക് വന്ന്, അദ്ദേഹത്തിൻ്റെ ആകാരം അറിയാലോ, അദ്ദേഹത്തിൻ്റെ വലിപ്പം ഒരു 10 ആളൊക്കെ ഇടിച്ചിടാൻ പറ്റിയ ഒരാളാണ് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇതിൽ ധൈര്യമില്ലാത്തൊരു മനുഷ്യൻ, ബസ് ഡ്രൈവറാണ്. അപ്പോൾ അവിടെ തന്നെ ക്യാരക്ടറിന് കോൺഫ്ലിക്റ്റ് വന്ന് ഇദ്ദേഹവും ധൈര്യമില്ലായ്മ. പിന്നെ ഇദ്ദേഹം കല്യാണം കഴിക്കാൻ പോകുന്ന അങ്ങനെ കുറേ സെറ്റപ്പ് പരിപാടി. നാഗ സൈരന്ദ്രയുടെ വോയിസ് ഓവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറേയൊക്കെ രസമുണ്ടായിരുന്നു. ചില സമയത്ത് അത് ഓവർ ഡൂയിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിപാടി. സുരേഷ് കൃഷ്ണയുടെ ഡയലോഗ് ഡെലിവറി ഭയങ്കര രസമാണല്ലോ. അപ്പോൾ ഇതിൽ അദ്ദേഹം അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ സുരേഷ് കൃഷ്ണ മൈക്ക് വെച്ചിട്ട് ഒരു കവലയിൽ നിന്ന് സംസാരിക്കുമ്പോൾ അപ്പുറം കുറേ ദൂരെ, അതെന്തായാലും നാട്ടുകാരല്ല, ഷൂട്ടിംഗ് കാണാൻ വന്ന ആൾക്കാരാണെന്ന് ഉറപ്പാണ്. അതൊരു മിന്നായം പോലെ ഷൂട്ടിംഗ് കാണാൻ വന്ന ആൾക്കാരെ കാണുന്നുണ്ട് സിനിമയ്ക്കകത്ത്. അതിന് നാട്ടുകാരാണെന്നങ്ങ് വിചാരിച്ചേക്കാം, കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഇതിൽ ഒരു കൗണ്ടർ ഉണ്ട്. സുരേഷ് കൃഷ്ണയോട് ചോദിക്കും ലേറ്റ് മാരേജ് ആണോ? അപ്പോൾ സുരേഷ് കൃഷ്ണ അല്ല, അറേഞ്ച് മാരേജ് ആണ്. സർക്കാസ്റ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. അതിലൊരു പഴത്തിൻ്റെ പേര് നൊമ്പരപ്പൂവൻ. പിന്നെ ഇതിൽ ആശ എന്ന് വിളിക്കുന്ന ഉണ്ണിരാജ ചെയ്ത കഥാപാത്രം, അഖിലേഷ് ഏട്ടൻ ചെയ്ത കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ ജീപ്പിൻ്റെ പേര് ദുരവസ്ഥ, ബസ്സിൻ്റെ പേര് വീണപൂവ്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ രസകരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി വരെ നല്ല രസത്തിൽ പോയിക്കൊണ്ടിരുന്ന സിനിമയ്ക്കകത്തേക്ക് ഒരു കഥാപാത്രം വരുവാണ്. പുളിയണം പൗലോസ് എന്ന് പറയുന്ന അദ്ദേഹം ചെയ്ത കഥാപാത്രം ഒരു പാരട്ടക്കിളവൻ കഥാപാത്രമാണ്. ഞാൻ പറയുന്നത്, ഇനി അദ്ദേഹത്തെ പറഞ്ഞു വരണ്ട. ആ കഥാപാത്രമാണ് എനിക്ക് ഭൂലോക വെറുപ്പിക്കൽ. അത് വെറും ഒരു ഞരമ്പൻ, ഒരു കഴപ്പനായിട്ടുള്ള ഒരു പരട്ട കിളവൻ കഥാപാത്രം. എന്നിട്ട് വന്നിട്ട് വെള്ളടിക്കുക, വാള് വെക്കുക, മറ്റുള്ളവരെ പിന്നെ ചൊറിയുക. കണ്ടു കഴിഞ്ഞാൽ തന്നെ എൻ്റെ പൊന്നെ, അതായത് സംഭവം കോമഡി അങ്ങനെയൊക്കെ കാണിക്കണേ. എനിക്കിത് കണ്ടിട്ട് എന്ത് ഒരു വല്ലാത്തൊരു കഥാപാത്രം. അത് അദ്ദേഹത്തിനോട് എനിക്ക് പേഴ്സണലി അത്രയും നടനോട് അത്ര ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയമായിരിക്കാം. കാരണം അത്രയും നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടാണല്ലോ കഥാപാത്രം ഉൾക്കൊണ്ടുകൊണ്ട്. പക്ഷേ ആ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഈ പാരട്ടക്കളവൻ ചത്തപ്പോൾ എനിക്ക് സമാധാനം, സന്തോഷം, ഒരു ബാധ ഒഴിഞ്ഞ പോലെ അതുപോലത്തെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രം. അതിനുശേഷം പിന്നെ പടം വീണ്ടും ഓണായി. പിന്നെ തമാശയും കാര്യങ്ങളും. ബേസലിൻ്റെ ഒരു സെക്കൻഡ് എൻട്രി ഉണ്ട്. കാരണം ബേസൽ തുടക്കം കാണിച്ച ശേഷം പിന്നെ ബേസൽ ഇല്ല കുറേ സമയം. ഒരു സെക്കൻഡ് എൻട്രി തന്നെ പറയാം. അതിനുശേഷം പടം ഞാൻ പറഞ്ഞില്ലേ ഇൻ്റർവെൽ വരെ അങ്ങ് പോയി. മറ്റൊരു വെറുപ്പിക്കൽ പരിപാടി കൂടെ നടന്നിട്ടുണ്ട്. ജോമോൻ ജ്യോതിറും പൂജ മോഹൻരാജും കൂടി ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ. എന്തോ സേവ് ദ ഡേറ്റ് ഷൂട്ട് പരിപാടിയൊക്കെ കാണിക്കുക, കോമഡി ഉദ്ദേശിച്ചത്. പക്ഷേ ഭയങ്കര അരോചകമായിരുന്നു. ഒന്നാമത് അവരുടെ പെർഫോമൻസ് അങ്ങനെ തന്നെ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുക. അത് കുറേ സമയം സിനിമയുടെ ഫ്ലോ അങ്ങ് പോകുന്നു. ഈ സിനിമയ്ക്ക് ഒരു സ്റ്റഡി ഫ്ലോ ഇല്ല. അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതാണ് ഇതൊരു അൽക്കുലത്ത് എന്ന് പറയാൻ കാരണം. ഒരു സ്റ്റഡി ഫ്ലോയിൽ ഒരേ രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് പോയിരുന്നെങ്കിൽ ഇതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സിജു സണ്ണീൻ്റെ ഈ അച്ഛൻ പാസം കൊണ്ടുണ്ടാവുന്ന ഫ്ലോ പോലെ, ഇത് ഈ നേരത്തെ മറ്റേ പറഞ്ഞ പരട്ടക്കിളവൻ വന്നിട്ടുള്ള ആ കഥാപാത്രം വന്നിട്ടുള്ള ഫ്ലോ പോലെ, പിന്നെ വീണ്ടും ഈ ജോമോൻ ജ്യോതിറും പൂജ മോഹൻരാജും വന്നിട്ടുള്ള ഫ്ലോ പോലെ, പിന്നെ സെക്കൻഡ് ഹാഫിന് ശേഷം പിന്നെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ബേസലിൻ്റെ കുറച്ച് ഓവറാക്കലുണ്ടായിരുന്നു. കുറച്ച് സെൻറ്റിയും കുറച്ച് റൊമാൻസ് ഒക്കെ ഇട്ടിട്ടുള്ള കുറച്ച് പരിപാടി. ഓവർ ദ ടോപ്പാണ് സമ്മതിച്ചത്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് അനോയിങ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ. പിന്നെ അവസാനമാകുമ്പോഴത്തേക്ക് രാജേഷ് മാധവൻ എല്ലാവരും കൂടെ വന്ന് ബാബു ആൻ്റണിയും കുറേ ആളുകൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു കഥയുടെ അവസാനത്തേക്ക് കൂടിച്ചേരുന്ന പരിപാടി ഉണ്ടല്ലോ, കുറേ എപ്പിസോഡ്സ് അവസാനം ഒന്നിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ പടം അവസാനം അങ്ങ് ഉഷാറായി. മോശമില്ലാത്തൊരു ക്ലൈമാക്സിൽ അങ്ങ് അവസാനിക്കുകയാണ്. അലക്സാണ്ടർ പ്രശാന്ത് ഒരു പോലീസ് ഓഫീസറായിട്ട്, സുനിൽ സുഗത, മിന്നൽ മുരളിയിലെ ഷെബോ, ഇതുകൂടാതെ പ്രശസ്ത ആങ്കർ ഇൻ്റർവ്യൂർ ആയിട്ടുള്ള അജിൻ, സാധാരണ ഹൈഡ്രോളിയൊക്കെ ചെയ്യാറില്ലേ, ഹൈഡ്രോളി ആയിട്ട് തന്നെ അങ്ങനെ അജിനായിട്ടാണ് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ കുറേ പേരുണ്ട്. നാദിറ, അങ്ങനെയൊക്കെ കുറേ പേരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്.